ഇന്ന് അൽ നസർ കളിച്ച പോലെയാണ് ഇനി അങ്ങോട്ട് കളിക്കുന്നതെങ്കിൽ ഇനി അൽ നസറിൻ്റെ ഒരു മാച്ചിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇന്ന് അൽ നസർ അൽ ഇത്തിഫാഖിനോട് കളിച്ച ആ ഒരു മാച്ചിൽ അൽ നസർ 1-0 എന്നവനൊരു സ്കോർ ലൈനിൽ ജയിച്ചെങ്കിൽ പോലും അൽ നസർ സാധാരണ കളിക്കുന്ന ആ ഒരു ടാറ്റിക്സൊക്കെ, അവരുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടാറ്റിക്സൊക്കെ കംപ്ലീറ്റ്ലി ഇന്ന് വർക്കൗട്ട് ആകാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 1-0 ജയിച്ചെങ്കിൽ പോലും അവർ നോർമലി കളിക്കുന്ന ഒരു ടാറ്റിക്സ് ഉണ്ട്. അതായത് വിങ് ബാക്സിനെ വെച്ച്, അതായത് വിങ് ഫോർവേഡ്സിലോട്ടുള്ള ഒരു ഓവർലാപ്പിംഗ് ത്രൂ ബോൾ. സോ ഈ ഒരു ടാറ്റിക്സ് ഇന്ന് കംപ്ലീറ്റ്ലി വർക്കൗട്ടായില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അൽ ഇത്തിഫാഖ് എന്ന് പറഞ്ഞൊരു ടീം ഓൾമോസ്റ്റ് ഒരു ബസ് പാർക്കിംഗ് സിസ്റ്റമാണ് കളിച്ചത്. പക്ഷേ സാധാരണ ടീമൊക്കെ ബസ് പാർക്കിംഗ് സിസ്റ്റം തന്നെയാണ് അൽ നസറിനെതിരെ കളിക്കെങ്കിൽ പോലും ഇവരെ എന്താ പറയുക, കുറച്ചുകൂടി അകത്തോട്ട് ഇൻവോൾട്ടായിട്ടാണ് ഡിഫെൻഡ് ചെയ്തത്. സോ ഈ ഒരു പ്ലേ സ്റ്റൈൽ തന്നെയാണ് ഈ അൽ ഹിലാലും അതേപോലെ അൽ ഖുദ്സിയ, അൽ അഹ്ലി അതേപോലത്തെ ടോപ്പ് ടീംസൊക്കെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നോർമലി അവർ ഇൻവേർട്ടഡ് സ്പേസിലോട്ട് വന്നാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു ടീമിനെതിരെ അൽ നസർ കളിക്കുമ്പോൾ അൽ നസറിൻ്റെ ഈ ഒരു ടാറ്റിക്സ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്, അതായത് കഴിഞ്ഞ ആ ഒരു ലാപ്പിൽ ഇവർക്കെതിരെ കളിച്ച ആ ഒരു 3 മാച്ചിലും അൽ നസർ തോറ്റിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആ ഒരു ലാപ്പിൽ അൽ നസർ ഈ ഒരു 3 ടീമിനെതിരെ തോറ്റെങ്കിൽ പോലും അൽ നസറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സൊക്കെ ആ ഒരു മാച്ചിൽ മിസ്സിംഗ് ആയിരുന്നു. അതായത് സിമാക്കൻ ഇഞ്ചുറി ആയിരുന്നു, അതേപോലെ തന്നെ സാഡിയോ മാനെ ആഫ്കോൺ ആ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പോയിരിക്കുന്നത്. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും ആ ഒരു മാച്ചിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ഒരു ഫസ്റ്റ് മാച്ചിൽ തന്നെ, അതായത് അൽ അഹ്ലിക്കെതിരെ കളിക്കുന്ന ആ ഒരു മാച്ചിൽ തന്നെ അൽ നസറിൻ്റെ ഈ ഒരു സീസണിൽ കപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പോൾ അൽ നസർ കറണ്ട് ടേബിളിൽ ഫസ്റ്റ് ആണ്, പോയിന്റ് ടേബിളിൽ 8 പോയിന്റ് ലീഡൊക്കെ ഉണ്ട്. സോ ഈ ഒരു സീസൺ തീരുമ്പോഴത്തേക്കും സൗദി പ്രോ ലീഗിൽ ആരായിരിക്കും ചാമ്പ്യന്മാരെന്ന് നിങ്ങൾക്ക് ഒന്ന് അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.